ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്ററാക്ഷൻ ഓഫ് ജീൻസ്. മെൻഡലിൻ്റെ പ്രിൻസിപ്പിൾസും മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്ററാക്ഷൻ ഓഫ് ജീൻസ്. ഇത് നമ്മളുടെ മെൻഡൽ പറയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഇൻറ്ററാക്ഷൻ ഓഫ് ജീൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതിന് പറയുന്നത് മോഡിഫൈഡ് മെൻഡീലിയൻ റേഷ്യോസ് എന്നും ഫാക്ടർ ഹൈപ്പോതെസിസ് എന്നൊക്കെ പല പേരിൽ പറയാറുണ്ട്. ഇവിടെ പറയുന്ന ഇൻട്രാക്ഷൻസ് ജീനിക് ഇൻട്രാക്ഷൻ ആണ്. രണ്ട് തരത്തിലുള്ള ജീൻ ഇൻട്രാക്ഷൻസ് പറയുന്നുണ്ട്. ഒന്ന് അലീലിക് ജീൻ ഇൻട്രാക്ഷൻ, വേറൊന്ന് നോൺ അലീലിക് ജീൻ ഇൻട്രാക്ഷൻസ്. See what is allelic gene interactions. That is the interaction of genes that is placed in same locus of a homologous chromosome. ഒരു ഹോമലോഗസ് ക്രോമസോമിനകത്ത് ഒരേ ലോക്കസിനകത്തിരിക്കുന്ന രണ്ട് അലീലുകൾ തമ്മിൽ, ആ ജീനുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനെയാണ് അലീലിക് ജീൻ ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോമലോഗസിൽ ഒരേ ലോക്കസിലിരിക്കുന്ന, അതായത് സെയിം ജീൻ. ബട്ട് ഇൻ നോൺ അലീലിക് ജീൻ ഇൻറ്ററാക്ഷൻ, ഹിയർ ദ അലീൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ ടു ഡിഫറൻറ്റ് locus of a non-homologous chromosome or a different chromosome. ഇവിടെ ഹോമലോഗസ് ക്രോമസോമിലല്ല, ഡിഫറൻറ്റ് ലോക്കയിൽ ആയിരിക്കും ഈ ജീനുകൾ ഇരിക്കുന്നത്, അല്ലീലിരിക്കുന്നത്. ഇനി ഹോമലോഗസ് ക്രോമസോമിലാകാം, പക്ഷെ ആയാലോ അവിടെ സെയിം ആയിട്ടുള്ള സ്ഥലത്തായിരിക്കത്തില്ല, അല്ലെങ്കിൽ ലോക്കസിലായിരിക്കത്തില്ല ഈ ഹോമലോഗസ് ഈ അലീൽസ് ഇരിക്കുന്നത്. അപ്പം നോൺ അലീലിക് ജീൻ ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്ററാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ അലീൽസ് ഓഫ് ഡിഫറൻറ്റ് ജീൻസ് ദാറ്റ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഡിഫറൻറ്റ് ലോക്കൈ ഓൺ ദ സെയിം ഓർ ഡിഫറൻറ്റ് ക്രോമസോം. ഹോമലോഗസ് ക്രോമസോം എന്ന് പറയുന്നത് സെയിം ക്രോമസോമാണ്. അതിനകത്തുള്ള രണ്ട് അലീലാകാം, പക്ഷേ ഒരേ ലോക്കസിലുള്ളതായിരിക്കത്തില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ലോക്കസ് ആണെങ്കിൽ, ഇപ്പോൾ ഹൈറ്റ് എക്സാമ്പിളായിട്ട് എടുക്കുവാണെങ്കിൽ രണ്ടും ഒരേ ലോക്കസിൽ ഹൈറ്റിനെ തന്നെ, ക്യാപിറ്റൽ ടിയോ സ്മോൾ ടിയോ ഏതെങ്കിലും ഒന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീനുകളായിരിക്കും അവിടെ ഉള്ളത്. പക്ഷേ ഒരു ഹൈറ്റും പിന്നെ കളർ ഓഫ് ദ ഫ്ലവറും കൂടെ എടുക്കുവാണെങ്കിൽ അത് രണ്ടും രണ്ട് ജീനുകളാണ്, അത് രണ്ട് ലോക്കസിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഡിഫറൻറ്റ് ലോക്കൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോമലോഗസ് ക്രോമസോമിൽ വേണമെങ്കിലാകാം, പക്ഷേ അതിൻ്റെ ജീനുകൾ ഡിഫറൻ്റ് ആയിരിക്കും, ഒരു ലോക്കസിലായിരിക്കത്തില്ല. അതല്ലെങ്കിൽ ഡിഫറൻറ്റ് ക്രോമസോംസിലും ആകാം. അങ്ങനെയുള്ള ഡിഫറൻറ്റ് ജീനുകൾ തമ്മിലുള്ള, അലീലുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനെയാണ് നോൺ അലീലിക് ജീൻ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. അലീലിക് ജീൻ ഇൻറ്ററാക്ഷൻ എക്സാമ്പിൾ പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്, ലീതൽ ജീൻസ് ഉണ്ട്, കോ ഡോമിനൻസ് ഉണ്ട്. അതേസമയം നോൺ അലീലിക് ജീൻ ഇൻറ്ററാക്ഷന് കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ, കോ എപ്പിസ്റ്റാസിസ്, പോളിജീനിക് ആക്ഷൻ, പ്ലിയോട്രോപ്പിസം, ഇതിന് കൂടാതെ വേറെ ധാരാളം തരത്തിലുള്ള ജീൻ ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്കിവിടെ പഠിക്കാനുള്ളത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അടുത്തത് നമ്മൾ പറയുന്നത് അലീലിക് ഇൻറ്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന എക്സാമ്പിൾ വെച്ച് നമ്മൾ അതിനെ പഠിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ അവിടെ കണ്ടത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് തന്നെയുണ്ട് ദ മെൻറ്റൽ proved through his experiments that the dominance and the recessiveness, that means the dominant characters always dominate or it suppress the recessive character, the recessive gene. അവിടെ അങ്ങനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ ഈ ഡോമിനൻ്റ് ജീനിന് കംപ്ലീറ്റ് ആയിട്ട് ആരെയും മറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അവിടെ നമ്മൾ മെൻ്റലിൻ്റെ റേഷ്യോ, ഫിനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ കണ്ടിരുന്നു, അത് 3:1 എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ് കണ്ടത്. പക്ഷേ ഇവിടെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ദാറ്റ് ഈസ് ഇക്വലൻറ്റ് ടു ദ ജീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മെൻഡൽസ് മോണോഹൈബ്രിഡ്. മോണോഹൈബ്രിഡ് മെൻഡൽ പറഞ്ഞ മോണോഹൈബ്രിഡ് റേഷ്യോയുടെ ജീനോട്ടിപ്പിക് റേഷ്യോ ആയിട്ട് ഇക്വലൻ്റ് ആണ്. അതേപോലത്തെ ഒരു കളറേഷൻ ഫിനോട്ടിപ്പിക് ആയിട്ട്, അല്ലെങ്കിൽ അതേ തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റും, ഫിനോട്ടിപ്പിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് റേഷ്യോ 1:2:1 ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അത് എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡോമിനൻ്റ് അലീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി പാർഷ്യലി എക്സ്പ്രസ്ഡ് ഇൻ ദ ഹെട്രോസൈഗോട്ട്.
ഹെട്രോസൈഗോട്ടിനകത്താണ് ഇതെല്ലാത്തിനകത്തും നമ്മൾ പറയുമ്പോൾ ആലോചിക്കേണ്ടത്. ഹെട്രോസൈഗോട്ടിലാണ് ഈ ഒരു വിഷയം വരുന്നത്. ഡോമിനൻ്റ് ആണെങ്കിൽ ഒരു ഡബിൾ ഹോമോലോഗസ് ആണെങ്കിൽ ഹോമോസൈഗസ് ഡബിളായിട്ടും ഹോമോസൈഗസിൽ ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. രണ്ടും ഡോമിനൻ്റ് ആണെങ്കിൽ അത് ഡോമിനൻ്റ് ക്യാരക്ടർ തന്നെ കാണിക്കും, രണ്ടും റെസസീവ് ആണെങ്കിൽ അത് റെസസീവ് ക്യാരക്ടറെ കാണിക്കത്തുള്ളൂ. അവിടെയൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. പക്ഷേ ഇത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുവാണെങ്കിൽ ഒന്ന് ഡോമിനൻ്റ് ഒന്ന് റെസസീവ് ആവും. ഈ കണ്ടീഷനിലാണ് നമ്മൾ മെൻ്റൽ പറഞ്ഞത് ഡോമിനൻ്റ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഈ രണ്ട് എണ്ണം അല്ലെങ്കിൽ ഈ ഹെട്രോസൈഗോട്ട് കണ്ടീഷനിൽ വരുമ്പോൾ ഇവിടെ ഡോമിനൻ്റ് ജീനിന് ഒരിക്കലും മറ്റേ റെസസീവ് ജീനിനെ പൂർണ്ണമായിട്ട് സപ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ദ ഡോമിനൻ്റ് ജീൻ കനോട്ട് എക്സ്പ്രസ് ഫുള്ളി. പാർഷ്യൽ എക്സ്പ്രഷൻ മാത്രമേ ഡോമിനൻ്റ് ജീനിന് സാധിക്കത്തുള്ളൂ. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇവിടെ ഈ വരുന്ന ഫിനോട്ടിപ്പിക് ക്യാരക്ടർ എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഓഫ് ബോത്ത് ദീസ്, ഇന്റർമീഡിയറ്റ് ഓഫ് ദ ഡോമിനൻ്റ് ആൻഡ് റെസസീവ്, ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ഡോമിനൻ്റ് ആൻഡ് റെസസീവ് ഹോമോസൈഗോട്ട്. അതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതേസമയം മെന്റലിനകത്ത് എങ്ങനെയായിരുന്നു? ഡോമിനന്റിന് ഏത് ക്യാരക്ടറായിരുന്നു? അതായിരുന്നു എക്സ്പ്രസ് ചെയ്യുന്നത്. റെസസീവിന് ക്യാരക്ടർ ഉള്ളത് ആരും അറിയത്തതേ ഇല്ല, അത് ജീനോടൈപ്പിൽ ഒളിച്ചിരിക്കത്തതേ ഉള്ളൂ, ഇല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണെങ്കിലും ഇവിടെയുള്ള ഈ ഡോമിനന്റ് ജീനും റെസസീവ് ജീനും കൂടെ എന്തോ തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് ഈ സയന്റിസ്റ്റ് അല്ലെങ്കിൽ സയന്റിഫിക് വേൾഡ് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. There is some sort of interaction is believed to occur between the dominant and recessive allele. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? The dominant allele can only partially express, and also similarly the recessive genes that partially suppressed. Intensity of the dominance gets reduced in the heterozygote condition. Heterozygote conditionൽ എന്ത് സംഭവിക്കും? അത് ഒരിക്കലും ഹെട്രോസൈഗോട്ട് കണ്ടീഷനിൽ ഫുള്ളായിട്ട് അതിന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദിസ് ഈസ് ബിക്കോസ് ദ ജീൻ പ്രോഡക്റ്റ് ഈസ് ഓൺലി പാർഷ്യലി ഫങ്ഷണൽ. ഇതിൻ്റെ ജീനിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പാർഷ്യലായിട്ട് അതിന് ഫങ്ഷണൽ ആകാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇനി F2 മോണോഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ, അത് എന്ന് പറയുന്നത് 1:2:1 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, മെന്റലിൻ്റെ എക്സ്പെരിമെൻസിനകത്ത് മോണോഹൈബ്രിഡ് റേഷ്യോ, ഫിനോട്ടിപ്പിക് റേഷ്യോ വാസ് 3:1. Instead of that, in the case of allelic interaction, incomplete dominance during F2 monohybrid generation, the phenotypic ratio that would be 1:2:1 instead of the Mendelian ratio 3:1. അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതാണ് ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നമുക്കിനി അതിനെ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. എന്താണ് എക്സാമ്പിൾ പറയുന്നത്? 4 o'clock പ്ലാന്റ്, നമ്മുടെ 4 മണി ചെടി, അത് മിറാബിലിസ് ജാലപ്പ എന്നാണ് അതിൻ്റെ പേര് നമ്മൾ പറയാറുള്ളത്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം അതാണ്. അതിനകത്തുള്ള ഫ്ലവർ കളർ, ധാരാളം കളേർഡായിട്ടുള്ള ഫ്ലവേഴ്സ് നമ്മൾ 4 o'clock പ്ലാന്റിൽ കണ്ടിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, മെജന്തയുണ്ട്, യെല്ലോ ഉണ്ട്, മിക്സഡ് കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം ജനറ്റിക് സ്റ്റഡീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ്. വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ ജനറ്റിക് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ മിറാബിലിസ് ജാലപ്പ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരുന്നു ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്ന് നോക്കിക്കേ. ക്രോസിംഗ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റും വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റിനെയും കൂടെ. ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോമോസൈഗസ് ആയിരിക്കും അതിൻ്റെ അലീൽസ്. അപ്പോൾ 2 എണ്ണം ഡോമിനൻ്റ് ആണ്, മറ്റേത് 2 എണ്ണം റെസസീവ് ആയിരിക്കും. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് ഡോമിനൻ്റും ആയിരുന്നു, വൈറ്റ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് റെസസീവും ആയിരുന്നു. F1 പ്രോജനി അല്ലെങ്കിൽ F1 ജനറേഷൻ, ഫസ്റ്റ് ഫിലിയൽ ജനറേഷനകത്ത് മറ്റേ മെന്റൽ പറയുന്ന പോലെ റെഡ് ഫ്ലവർ അല്ല എക്സ്പ്രസ് ചെയ്തത്. വന്നതെല്ലാം റെഡുമല്ല വൈറ്റുമല്ല, രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ള ഒരു കളറ്, പിങ്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. ഓൾ ദ ഫ്ലവേഴ്സ്, ഓൾ ദ പ്ലാന്റ് ഷോയിങ് പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്സ്, പിങ്ക് കളറിലുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ് F1 ജനറേഷനിൽ മൊത്തം കാണുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് ദ അലീൽസ് ഫോർ റെഡ്നെസ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദ അലീൽ ഫോർ വൈറ്റ്നസ്. വൈറ്റ്നസിൻ്റെ മണ്ടയിൽ അതിന് കംപ്ലീറ്റ് ആയിട്ടും ഡോമിനൻസ് കാണിക്കാനായിട്ട് അതിന് സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ്നസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജീനിനും ഒരു പരിധിവരെ ഒരു കഴിവുണ്ട്, അതിനെ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട്
സാധിക്കത്തില്ല. ഡോമിനൻ്റ് ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ടും അതിന് ഡോമിനേറ്റ് ചെയ്യാനും സാധിക്കത്തില്ല. ഓൺ സെൽഫിങ്, ഈ F1 ഹൈബ്രിഡുകളെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തുമ്പോഴാണല്ലോ F2 പ്രോജനി വരുന്നത്. ഇവിടെ വരുന്ന ഫ്ലവേഴ്സിന് 3 തരത്തിലുള്ള പ്ലാന്റുകളാണ് ഫ്ലവർ കളറിൽ കാണാൻ പറ്റിയത്. ഒന്ന്, ആദ്യത്തെ പേരൻറ്റിനെ കണക്കുള്ള തന്നെ റെഡ് ഫ്ലവറും ഉണ്ട്, വൈറ്റ് ഫ്ലവറും ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫിലിയൽ ജനറേഷനിൽ കണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ F1 പ്രോജനിയിൽ കണ്ടതുപോലെയുള്ള പിങ്ക് ഫ്ലവറും ഉണ്ട്. അതാണ് ഇവിടെ കാണുന്ന F2 ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം മെൻഡീലിയനകത്ത് പറഞ്ഞത് അവിടെ കാണുന്നത് F2 ജനറേഷനകത്ത് 2 എണ്ണമാണ് പിന്നെ ഡോമിനൻറ്റിൻ്റെയും റെസസീവിൻ്റെയും ക്യാരക്ടേഴ്സ് പ്രത്യക്ഷപ്പെടുമെങ്കിൽ ഇവിടെ 3 ക്യാരക്ടറും വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ F1 ക്യാരക്ടർ ഓഫ് ദ F1 ജനറേഷൻ. അതായിരുന്നു ഒരു മിക്സഡ് ക്യാരക്ടർ വന്നത്. മറ്റേത് 2 എണ്ണം ഒറിജിനൽ ആയിട്ടുള്ള പേരൻ്റൽ ക്യാരക്ടേഴ്സ്. ഇതിൻ്റെ ബേസിസിലാണ് ഇവിടെ റേഷ്യോ, ഫിനോട്ടിപ്പിക് റേഷ്യോ ഫോം ചെയ്തേക്കുന്നത് 1:2:1. ഈ ചെക്കർ ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ ഒരു ഡോമിനൻ്റ് പാരൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്മോളർ എന്ന് പറഞ്ഞൊരു റെസസീവ് പാരന്റിനെ കാണാം. ഇത് വൈറ്റ് ഫ്ലവേർഡ് ആണ്, ഇത് റെഡ് ഫ്ലവേർഡ് ആണ്. ഇവിടെ ഈ 2 ബോക്സിനകത്ത് കാണുന്നത് ഹെട്രോസൈഗസ് ആയിട്ടുള്ളതാണ്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും. ഇവിടെ റെഡുമല്ല വൈറ്റുമല്ല ഫ്ലവേഴ്സ് വരുന്നത്, ഇതിനകത്ത് പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത്. ഇതാണ് 1:2:1 എന്ന് പറഞ്ഞ റേഷ്യോയ്ക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് പറയുന്നത്? 1:2:1 എന്ന് പറയുന്നത് ആക്ച്വലി മെൻഡീലിയൻ ജീനോട്ടിപ്പിക് റേഷ്യോ ആയിരുന്നു. സോ ഇറ്റ് റിക്കോൾസ് ദ മെൻഡീലിയൻ മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന അലീലിക് ഇൻട്രാക്ഷന് വേണ്ടി പഠിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ മിറാബിലിസ് ജാലപ്പയ്ക്കകത്താണ്. 4 o'clock പ്ലാന്റിൽ റെഡും വൈറ്റും കൂടെ ചേർത്തപ്പോൾ പിങ്ക് കളർ കിട്ടിയെന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് അതിനുള്ള എക്സാമ്പിൾ. അപ്പോൾ ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ അലീലിക് ഇൻട്രാക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത എക്സാമ്പിളിലേക്ക് നമുക്ക് കടക്കാം.